ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ മെഹന്തി കല്യാണം അങ്ങ് വന്ന് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഋതുവിൻ്റെ ഒരടവുകളും അച്ചു സമ്മതിച്ചു കൊടുക്കുന്നില്ല. സേതുവിനെയും പല്ലവിയെയും ഒക്കെ അപമാനിച്ച് മാറ്റി നിർത്താൻ നമ്മുടെ അച്ചു സമ്മതിക്കുന്നില്ല കേട്ടോ. എന്തിനും ഏതിനും അവരും മുൻനിരയിൽ വേണമെന്നുള്ള വാശിയിലാണ് അച്ചു. ആ സമയത്താണ് മെഹന്തി കല്യാണത്തിന് മെഹന്തി ഇടുന്ന രീതികളും കാര്യങ്ങളും ഒക്കെ നിഖിലിൻ്റെ അമ്മ പറയുന്നത്. ഇതൊക്കെ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരുന്ന സമയത്ത് അവിടുത്തെ ആചാരങ്ങൾ കണ്ട് ഞാൻ പഠിച്ച ഇവിടുത്തെ കല്യാണമൊക്കെ എന്തിനു കൊള്ളാം, കല്യാണം എന്ന് പറഞ്ഞു അവിടുത്തെ കല്യാണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ഇതൊക്കെ കേട്ടപ്പോൾ പ്രതാപന് ദേഷ്യം വരുന്നുണ്ട്. കുരവിടുക പുടവിടുക കാര്യവും കഴിഞ്ഞു. ഇവിടുത്തെ ചടങ്ങ് അങ്ങനെയൊക്കെ അല്ലേ, എൻ്റെ മോൻ്റെ കല്യാണത്തിന് അത് പോരാ എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും. പത്മജയ്ക്കും ഇത് കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അവരോട് വരാൻ പറയാമെന്ന് പറഞ്ഞ് അച്ചു ഇങ്ങനെ ചെവിയിൽ പറയുമ്പോൾ ശരി ആ മയക്കൊന്ന് തരാവോ എന്ന് പറഞ്ഞ് പൂർണിമയെ മയക്ക് മേടിച്ചു. അതിനുശേഷം സേതുവിനെയും പല്ലവിയെയും വിളിപ്പിക്കുക. അപ്പോൾ ബേബി ചേച്ചിയും പല്ലവിയും അടുക്കളയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അവർ മോളെ വിളിക്കുന്നുണ്ടല്ലോ, അങ്ങോട്ട് ചെല്ലുന്ന ബേബി ചേച്ചി പറഞ്ഞപ്പോൾ എന്നെ വിളിക്കാനുള്ള സാധ്യതയൊന്നുമില്ല, അവർക്ക് പേര് പറയുമ്പോൾ തെറ്റിയതായിരിക്കും, എന്നെ വിളിക്കാൻ ഒരു സാധ്യതയില്ല എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും പല്ലവിയുടെ പേരെടുത്ത് വിളിച്ചു. എൻ്റെ പൊന്നെ, ഞാനങ്ങ് പോകുന്നില്ല എൻ്റെ ബേബി ചേച്ചി, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഋതുവിനെ അപമാനിക്കാനൊരു അവസരമായി എന്തിനാ എഴുതുന്നതെന്ന്. അപ്പം നിന്നെ മാത്രമല്ലല്ലോ സേതുവിനെ വിളിക്കുന്നുണ്ടല്ലോ, നിന്നെ അപമാനിച്ചാലേ സേതു കൈയും കെട്ടി നോക്കി നിൽക്കുവോ എന്ന് ബേബി ചേച്ചി ചോദിച്ചു. വഴക്ക്, അത് ഞാൻ കാരണം. ഇതൊരു കല്യാണ വീടല്ലേ, അതിൻ്റെ ആവശ്യമില്ല, അത് മറക്കാൻ നമ്മൾ പാടില്ലല്ലോ. ഒന്നുമില്ലെന്നേ, വിളിച്ച സ്ഥിതിക്ക് മോളിൽ ചെല്ലണം, ധൈര്യമായിട്ടങ്ങ് ചെല്ലാൻ പറഞ്ഞു. അങ്ങ് ചെല്ലു വേണേന്ന് പറഞ്ഞ് ബേബി ചേച്ചി അങ്ങ് പറഞ്ഞു വിടുക. ഈ സമയത്ത് സേതുവിനെ അമ്മ വിളിക്കുന്നു. മോനെ ഇങ്ങ് വരാൻ പറഞ്ഞു. അങ്ങനെ അവരെ രണ്ടുപേരെയും വിളിപ്പിച്ചു. അവർ രണ്ടുപേരും എല്ലാവരുടെയും ഇടയിലേക്ക് വരിക. ഋതുവിൻ്റെ കലിപ്പ് കാണും, ഭയങ്കര കലിപ്പാ. മോളെന്താ അങ്ങോട്ട് മാറി നിന്ന്, നീ എന്തിങ്ങോട്ട് വരാത്തേന്ന് ചോദിച്ചപ്പോൾ പല്ലവിയോട് ചോദിച്ചപ്പം അതല്ലമ്മേ, നിങ്ങളൊക്കെ കുടുംബക്കാർ മാത്രം പോരാ സ്റ്റേജിൽ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ പോരാ, നീയും കൂടെ വേണമെന്നും നീ ഇല്ലാതെ ഇന്നത്തെ ചടങ്ങ് പൂർത്തിയാവില്ല എന്നും പൂർണിമ പറയുവാണ് പല്ലവിയോട്. അപ്പോഴേക്കും ഋതുവും സ്വാതി ഇങ്ങനെ നോക്കുക, അതുപോലെ തന്നെ പ്രതാപനും. അവർക്കൊന്നും അത്രയ്ക്ക് അങ്ങ് ദഹിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങ് വന്നേന്നും പറഞ്ഞ് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുക. ഇതെന്തിനാ ചേച്ചി അമ്മ ഇവളെയൊക്കെ വിളിച്ച് ഇതിനകത്തേക്ക് വലിച്ച് കയറ്റുന്നത്, അവരെന്തിനാ വിളിച്ച് കയറ്റേണ്ട ആവശ്യം എന്നൊക്കെ ഇങ്ങനെ സ്വാതി ഇങ്ങനെ ഋതുകയോട് ചെവിയിൽ പറയുമ്പം എനിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല, വെറുതെ ആൾക്കാരുടെ മുന്നിൽ സ്വയം നാണം കടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണെന്ന് പറഞ്ഞാൽ ഋതുക പതുക്കെ സ്വാതിയോട് പറയാം. ഈ സമയത്ത് രണ്ടാളും ഇവിടെ നിന്നോളണം, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞു പൂർണിമ ഇവരോട് രണ്ടുപേരോടും. അങ്ങനെ അതും പറഞ്ഞ് ഞാനിപ്പോൾ വരാവേന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർണിമ അങ്ങോട്ട് പോയി. പൂർണിമ അങ്ങോട്ട് പോയപ്പോൾ നിഖിലിൻ്റെ അമ്മ ഇങ്ങനെ ഇതൊക്കെ കണ്ട് ഇങ്ങനെ നോക്കുക. ആ സമയത്ത് നമ്മുടെ അച്ചു ഇങ്ങനെ കാണിക്കുക, അമ്മ ഇത് ആരെ വിളിക്കാൻ പോയതാ എന്നിങ്ങനെ നേരത്തേന് സ്വാതി അവിടെ നിന്ന് ഋതുകയോട് ചോദിച്ചു. എനിക്കങ്ങും അറിയില്ല എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇത്രയും ബുദ്ധി ഇല്ലാണ്ടായി പോയില്ല, കഷ്ടം തന്നെയെന്നും പറഞ്ഞുകൊണ്ട് ഋതുക ഇങ്ങനെ പറയാം. അപ്പോഴേക്കും അല്ല, ആ പെണ്ണും പൊന്നുമോടുമായിട്ട് എന്ത് ബന്ധമുള്ളത് പ്രതാപ, ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ നമ്മൾ ബന്ധുക്കൾ മാത്രമല്ലേ പാടുള്ളൂ എന്നൊക്കെ ഈ നിഖിലിൻ്റെ അമ്മ പ്രതാപനോട് ചോദിക്കുമ്പോൾ നമ്മൾ തൽക്കാലം അഭിപ്രായമൊന്നും പറയാൻ പോവണ്ട, കാര്യങ്ങൾ എങ്ങനെയും നടക്കണം, അത്ര വിചാരിച്ചാൽ മതി. അപ്പം മോൻ്റെ കാര്യമായിപ്പോയി, അല്ലെങ്കിൽ ഞാനിതിപ്പോൾ നിർത്തിവെച്ചേനെന്ന് പറഞ്ഞപ്പോൾ മൗനം വിദ്വാനും ഭൂഷണം അത്രയും കരുതിയാൽ മതി എന്ന് പ്രതാപൻ പറഞ്ഞു കൊടുക്കുക. അപ്പം പൂർണിമ പോയത് ബേബി ചേച്ചിയുടെ അടുത്തേക്കാണ്. ബേബി ചേച്ചി അവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പൂർണിമ ചെന്നിട്ട് ബേബി ചേച്ചിയെ വിളിക്കുവാണ്. ഓഹോ, അത് ശരി, ഇതിനകത്ത് കയറി ഒളിച്ചിരിക്കുകയല്ലേ എന്ന് ചോദിച്ചാൽ അവിടെ എൻ്റെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നവരെ അറിയില്ലെന്ന് ചോദിച്ചു. അറിയാം, എന്നിട്ടാണോ ഇവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നത്? അതുകൊണ്ടല്ല എന്ന് ബേബി ചേച്ചി പറയുമ്പോൾ ഏതുകൊണ്ടല്ലെന്ന് വേഗം അങ്ങോട്ടേക്ക് വന്നേക്കണം കേട്ടോ, ബേബി അവിടെ വേണം എന്ന് പൂർണിമ പറയാം. അപ്പം അത് വേണ്ട, ഞാൻ എവിടെ എങ്ങനെ നിന്നോളാന്ന് പറഞ്ഞപ്പം ഈ വീട്ടിൽ ഒരു നല്ല ചടങ്ങ് നടക്കുമ്പോൾ ഈ വീട്ടിൽ ബേബി ഇല്ലെങ്കിൽ പിന്നെ വേറെ ആരാ വേണ്ടതെന്ന് ചോദിച്ചു. അത് പിന്നെ വേണ്ട, ഞാൻ വന്നാൽ ശരിയാവില്ല, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഞാൻ അപ്പടി വേർതിരിക്കുക, വേണ്ടാന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല, അടുക്കളയിൽ പണിയുന്നവരുടെ സ്ഥാനം എന്നും അടുക്കളയിൽ തന്നെയാണല്ലോ എന്ന് ബേബി ചേച്ചി പറഞ്ഞു. അങ്ങനെയല്ലേ അത് വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ മറ്റുള്ള വീട്ടിൽ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല, ഈ വീട്ടിലെ പതിവ് അങ്ങനെയല്ല കേട്ടോ, മര്യാദയ്ക്ക് വരാൻ നോക്കുക, എൻ്റെ ഒപ്പം അങ്ങോട്ട് വന്നാൽ മതി, വാ വേഗം വാ, തൽക്കാലം ജോലി ചെയ്തൊക്കെ മതി വന്നേന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പം ഈ വേഷത്തിൽ ഞാൻ എങ്ങനെ അങ്ങോട്ട് വരുന്നത്, ഈ വേഷത്തിന് ഇപ്പം എന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ല, വരാൻ പറഞ്ഞില്ലേ, വാ, ഏത് വേഷത്തിലായാലും ബേബി സുന്ദരി തന്നെ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ബേബി ചേച്ചിയെ വിളിച്ചുകൊണ്ട് പോകട്ടെ നമ്മുടെ പൂർണിമ. അങ്ങനെ ബേബി ചേച്ചിയും കൂട്ടിക്കൊണ്ട് ചെല്ലുന്ന പൂർണിമയെ കണ്ടപ്പോഴേക്കും ഇവർക്ക് ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല, പല്ലവിക്കും അതുപോലെ തന്നെ സേതുവിനും ഒഴികെ അച്ചുവിനും ഒഴികെ ബാക്കി എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കാം. അപ്പോൾ എടുക്കാം എന്നും പറഞ്ഞ് ഇങ്ങനെ പൂർണിമ പറഞ്ഞപ്പം എല്ലാവരും ആയോ പൂർണിമേ എന്ന് ചോദിച്ചു നിഖിലിൻ്റെ അമ്മ.
പൂർണിമയുടേതാ വലിയ മനസ്സ് തന്നെയാട്ടോ എന്ന് നിഖിലിൻ്റെ അമ്മ പറഞ്ഞു. പൂർണിമയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഈ അടുക്കളക്കാരിയൊന്നും ഇവിടെ കയറ്റി നിർത്തത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപമാനിക്കുവാണ് നിഖിലിൻ്റെ അമ്മ. അപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക, അതായത് പ്രതാപനൊക്കെ കയ്യിൽ നിന്ന് പോയോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഇവരെ ഞാൻ അടുക്കളക്കാരിയായിട്ടല്ല ശ്രീദേവി കാണുന്നത്, സ്വന്തം വീട്ടിലെ അംഗമായിട്ട് തന്നെയാണെന്ന് പൂർണിമ പറയുമ്പം ഒരു പുഴുവിനെ ഒരാൾ വിമാനമായിട്ട് കണ്ടാലും പുഴു തന്നെയല്ലേ, വിമാനമാവോ എന്നീ ശ്രീദേവി ചോദിക്കുക. അപ്പോഴത്തേക്ക് സേതുവിന് ദേഷ്യം വരുന്നുണ്ട്. ചൊറിയുന്ന വർത്തമാനമല്ലേ പറയണത്. എന്തായാലും ചടങ്ങൊക്കെ നടക്കട്ടെ, അനൗൺസ് ചെയ്യോ അച്ഛേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്ന പെങ്കൊച്ചിനോട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തന്നെ പെങ്കൊച്ചത് അനൗൺസ് ചെയ്തു. പിന്നെ പുടവ കൊടുക്കുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ അച്ചു അത് ഏറ്റുവാങ്ങി എല്ലാവരുടെയും കയ്യിൽ നിന്ന് അനുഗ്രഹവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വധുവും വരനും സ്റ്റേജിൽ തന്നെ നിൽക്കട്ടെ, ബാക്കിയുള്ളവരൊക്കെ പോയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ നിഖിലിനെയും അതുപോലെ നമ്മുടെ അച്ചുവിനെയും അവിടെ സ്റ്റേജിൽ കയറ്റിയിരുത്തി. അതിനുശേഷം പല്ലവി വന്ന് കഷ്ടകാലത്തിനിരുന്ന ഋതുവിൻ്റെ അടുത്താ. അപ്പോൾ ലോട്ടറി അടിച്ചല്ലോ, കണ്ടവൻ്റെ കല്യാണ സ്റ്റേജിൽ കയറി മെലസാനൊക്കെ പറ്റിയല്ലോ എന്ന് പല്ലവിയോടി ഋതു പറഞ്ഞപ്പം ഞാൻ പറഞ്ഞതാ കയറുന്നില്ലെന്ന് അമ്മ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ വന്നതെന്ന് പല്ലവി പറഞ്ഞു. അമ്മ നിർബന്ധിച്ച് നീ എന്ത് ചെയ്യൂടി എന്നും ചോദിച്ച് ഋതു ദേഷ്യപ്പെടുക പല്ലവിയോട്. എല്ലാം നേരത്തെ തന്നെ പറഞ്ഞു വെച്ചതായിരിക്കും, എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അവളുടെ ഒരു നാട്ടോന്നിപ്പോൾ എനിക്കറിയാം, അച്ഛൻ്റെ കല്യാണമായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളിയാനെന്നൊക്കെ ഋതുക്ക് നിന്ന് പല്ലവിയോട് പറയാം. ഒന്നും മിണ്ടാതിരുന്ന് കേൾക്കും കേട്ടോ പല്ലവി ഗതികേടുകൊണ്ട്. ഒന്നും മിണ്ടാതെ പല്ലവി നേരെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്കും സേതു ഇത് കണ്ടു. സേതു പല്ലവിയുടെ പിന്നാലെ പോയി. പല്ലവി എങ്ങോട്ടാന്ന് ചോദിച്ചു. എന്താ ഋതു എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ? ഇല്ല സേതുവേട്ടാ, ഇവിടെ തന്നെ കാണണമെന്ന് പറയായിരുന്നു എന്ന് പറയുമ്പോൾ അതെനിക്ക് മനസ്സിലായി, ഞാൻ വിശ്വസിച്ചു. ഇനി എന്തൊക്കെയോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജീവിതത്തിൽ ഒരിക്കലല്ലേ ഇതുപോലുള്ള ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ, അത് ഭംഗിയായിട്ട് തന്നെ നടക്കട്ടെ അല്ലേ എന്ന് ചോദിച്ചു കേട്ടോ സേതു പല്ലവിയോട്. പല്ലവിക്കാണെങ്കിൽ പാവം ആകെ ഒരു വീർപ്പുമുട്ടലും ശ്വാസം മുട്ടലും. സേതുവിനെ ഉപേക്ഷിച്ച് പോകാനും പറ്റുന്നില്ല, ഋതുക്കയുടെ മുന്നിൽ നിൽക്കാനും പറ്റുന്നില്ല. മൊത്തത്തിൽ ഇങ്ങനെ ശ്വാസം മുട്ടി നിൽക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് സേതു പല്ലവിയോട് ചോദിക്കുക. ഒന്നുമില്ല സേതുവേട്ടാ എന്ന് പറഞ്ഞ് പല്ലവി എന്നിട്ട് അവിടെ നിന്ന് പോയി അപ്പുറം മാറിയിരിക്കുവാണേ. സേതു ആണെങ്കിൽ എല്ലാവരെയും കണ്ടു ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം പിന്നെ ഓരോ കാര്യങ്ങൾ ഈ അനൗൺസ് ചെയ്യുന്ന പെണ്ണ് ഇങ്ങനെ വിളിച്ച് പറയുന്നു. പിന്നെ മെഹന്തി ഇടുന്ന ചടങ്ങും കാര്യങ്ങളും. എന്നാൽ ഋതു ആണ് മെഹന്തി ഇടുന്ന ആളെ റെഡിയാക്കിയത്. ഋതുക്ക് അതിലെല്ലാം തപ്പി നടക്കുക, പക്ഷെ ആൾ വന്നിട്ടില്ല. അപ്പോൾ പ്രതാപൻ പറഞ്ഞു വന്ന് ചെന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ സേതു പറഞ്ഞു ഋതു അല്ലേ ആളെ ഏർപ്പാടാക്കിയിരിക്കുന്നു, ഋതുവിനോട് പറ, അവളോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റും മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കൃത്യസമയത്ത് തന്നെ വരാമെന്ന് പറഞ്ഞതാ അങ്കിളെ, ഇവർ കണ്ടില്ല എന്ന് ഋതുക പറയുമ്പോൾ എൻ്റെ മോളെ എന്താ ഇതൊന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫോണിൽ തന്നെയെന്നും പറഞ്ഞുകൊണ്ട് ഋതുക ഫോൺ എടുത്ത് വിളിക്കുക. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അയ്യോ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണേ. അപ്പോഴേക്കും ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരാൻ തുടങ്ങി. മോശമായിപ്പോയി, നിനക്ക് പറ്റില്ലായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാൻ അറേഞ്ച് ചെയ്തേനല്ലോ, നല്ലോണം മെഹന്തി ഇടാൻ അറിയാവുന്നവരെയെന്നും പറഞ്ഞുകൊണ്ട് നേരത്തേക്കും ഈ നിഖിലിൻ്റെ അമ്മ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ടതെന്ന് നമ്മുടെ പൂർണിമ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ഒന്നെങ്കിൽ ചടങ്ങ് വേണ്ടെന്ന് വെക്കണം, അല്ലെങ്കിൽ പിന്നെ നമുക്കറിയാവുന്നതുപോലെയൊക്കെ അങ്ങ് ഇടണമെന്ന് പറഞ്ഞു പ്രതാപൻ. അല്ല അത് വേണ്ട, അച്ഛൻ്റെ കൈയൊക്കെ വൃത്തികേടായി പോകുമെന്ന് പറയണു പത്മജ. എന്നാൽ പിന്നെ ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു. അത് മോശമാണെന്നും നടത്താൻ തീരുമാനിച്ചിട്ട് വേണ്ടെന്ന് വെക്കുന്നത് ശരിയല്ല എന്ന് നിഖിലിൻ്റെ അച്ഛനും പറഞ്ഞു. ഇവിടെ ആർക്കും അറിയില്ലേ മെഹന്തി ഇടാൻ എന്ന് ശ്രീദേവി എന്തായാലും ചോദിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ സേതു ഇങ്ങനെ ആലോചിച്ചു, ഇനിയിപ്പോൾ പല്ലവിക്ക് അറിയാമായിരിക്കോ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു ഓടി പല്ലവിയുടെ അടുത്ത് എന്ന് ചോദിച്ചു. അപ്പോൾ പല്ലവിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ, എങ്ങനെയെങ്കിലും ചെയ്താൽ മതിയെന്ന് പൂർണിമ ഇങ്ങനെ നിന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ചെയ്താൽ പോരമ്മേ, അതൊരു ആർട്ടാണെന്ന് പറഞ്ഞു സ്വാതി. അപ്പം ഇങ്ങനെ നമ്മുടെ സേതു നിന്നിങ്ങനെ ആലോചിക്കാം. അപ്പം ഞാനില്ല, എനിക്കറിയില്ല എന്ന് പല്ലവി പറഞ്ഞു. അതും പറഞ്ഞു പല്ലവി അവിടെ നിന്ന് പോകുമ്പോൾ എന്ന് പറഞ്ഞ് സേതു പിടിച്ചു നിർത്തി. പല്ലവിക്ക് അറിയാമെന്ന് എനിക്കറിയാം, ഋതുവും സ്വാതിയും കുറ്റപ്പെടുത്തുമെന്ന് വിചാരിച്ച് മനപ്പൂർവ്വം ഒഴിഞ്ഞു മാറുന്നല്ലേ എന്ന് സേതു ഇങ്ങനെ പല്ലവിയോട് ചോദിച്ചു. പല്ലവി വേറെ വഴിയില്ലാത്തത് കൊണ്ടാ, പ്ലീസ് പല്ലവി എന്ന് പറഞ്ഞപ്പോൾ ആനി ടീച്ചറോടൊന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു പല്ലവി. അന്നേരം സേതു ഓടി ആനിയുടെ അടുത്തേക്ക് ആനി ടീച്ചറിനോട് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല സേതു എന്ന് പറഞ്ഞു. മെഹന്തി ഇടാൻ അറിയുന്ന ആരെങ്കിലും അറിയാമെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു നമ്മുടെ ആനിയും. കാര്യം മൊത്തത്തിൽ കുളമായി, ആകെ വഷളായി, കല്യാണം ഈ ഒരു ഇതെല്ലാം മുടങ്ങും എന്നുള്ളൊരു സിറ്റുവേഷനായി. അപ്പോഴത്തേക്ക് ഫോൺ എടുത്ത് മിത്രേട്ടനെ വിളിച്ചു, വേഗം അകത്തേക്ക് വരാൻ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. മിത്രേട്ടൻ ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മെഹന്തി ഇടാൻ അറിയുന്ന ആരെങ്കിലും അറിയാവോ എന്ന് ചോദിച്ചു. എന്താ സേതു പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ കാര്യം പറഞ്ഞു. അതിന് നമ്മുടെ ഹരി മെഹന്തി ഇടുമല്ലോ. നമ്മുടെ ഹരിയുടെ കാര്യം ഞാൻ മറന്നുപോയി. എന്നിട്ട് അവൻ എവിടെയാണെന്ന് ചോദിച്ചു. അവൻ പുറത്തുണ്ടല്ലോ, പെട്ടെന്ന് പോയി വിളിച്ചുകൊണ്ട് വാ ചേട്ടാ. അപ്പോഴത്തേക്കും മിത്രേട്ടൻ ഓടിപ്പോയി ഹരിയെ വിളിച്ചോണ്ട് വന്നു. ഹരി വന്നു കഴിഞ്ഞപ്പോൾ എന്താന്ന് ചോദിച്ചു. അപ്പം നീ നന്നായിട്ട് വരയ്ക്കത്തില്ലേ? വരയ്ക്കും. അതെ, അത്യാവശ്യം ചില കല്യാണത്തിനൊക്കെ നീ മെഹന്തി ഇട്ടിട്ടില്ലേ? ഉണ്ട്.
എടാ നീ ഇപ്പോൾ ഇവിടെ ഇരുന്നൊന്ന് മെഹന്തി ഇടാവെന്ന് ചോദിച്ചു. എന്തോന്ന് ഈ പറയുന്ന സേതുവേട്ടാന്ന് ചോദിച്ചു ഹരി. എടാ ഒന്നും പറയണ്ട, ആള് വരാത്തത് കൊണ്ടല്ലേ, ചടങ്ങ് വേണ്ടെന്ന് വെക്കുന്നത് ശരിയല്ലല്ലോ. അയ്യോ ഞാൻ ഇടുന്നില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ നീ ഇനി ഒന്നും പറയണ്ട, നീ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു. പാവം ഹരിയെ ഇങ്ങനെ നിർബന്ധിച്ച് സ്റ്റേജിലേക്ക് കയറ്റുക. ആരും വിഷമിക്കണ്ട, ശ്രീഹരി മെഹന്തി ഇട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേ കാണ്ടടാ കിടക്കണു നമ്മുടെ നിഖിലിൻ്റെ മുഖം ഒന്നായിപ്പോയി. അതുപോലെ തന്നെ നിഖിലിൻ്റെ അമ്മയുടേതൊക്കെ. അതെ ഇവൻ ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ വേഗം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ആ അനൗൺസ് ചെയ്യുന്ന പെങ്കൊച്ചെല്ലാം അനൗൺസ് ചെയ്തു. ഹരിയെ നമ്മുടെ സ്റ്റേജിലേക്ക് കയറ്റും. അച്ഛന് സന്തോഷമായി. ഹരി നിന്നിങ്ങനെ വിറയ്ക്കും കേട്ടോ. ആ സമയത്ത് ഈ മെഹന്തി പാത്രം അതായത് നമ്മുടെ ഹരിയുടെ കയ്യിലേക്ക് കൊടുത്തു. അച്ഛൻ എന്താ ആഗ്രഹിക്കുന്നു അതുപോലെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. എല്ലാവരും സന്തോഷമായിട്ട് നിൽക്കുക. ഋതികയുടെയും സ്വാതിയുടെ മുഖം വരെ തെളിഞ്ഞിട്ടേയില്ല, അത് തെളിയത്തേയില്ല. അവകാശപ്പെട്ട ആൾ തന്നെ നമ്മുടെ അച്ചുവിൻ്റെ കയ്യിൽ മെഹന്തി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴേക്ക് നിഖിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് കൊടുക്കേണ്ടി വന്നു. വരൻ്റെ സ്ഥാനത്ത് നിന്ന് നിഖിൽ എഴുന്നേറ്റ് കൊടുക്കുകയും അവിടെ നമ്മുടെ ഹരി വന്നിരിക്കുകയും ചെയ്യുമ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഹരിയാണെങ്കിൽ ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോൾ ഇരിക്കുമെന്ന് പറഞ്ഞ് അച്ചു വിളിച്ച് അവിടെ ഇരുത്തുക. ആ സമയത്ത് കൈ തന്നാൽ എന്നും പറഞ്ഞുകൊണ്ട് ഹരിക്ക് ഭയങ്കര ഒരു ചമ്മലും നാണോ ഒക്കെ. ഈ സമയത്ത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഹരി മെഹന്തി ഇടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് അച്ചു പറഞ്ഞു കേട്ടോ. അറിയാമായിരുന്നെങ്കിൽ ഹരി ഇട്ടാൽ മതിയെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞേനേ നമ്മുടെ അച്ചു പറയാം. അപ്പോൾ ഒന്ന് പതുക്കെ പറ അച്ചു, ആൾക്കാർ കേൾക്കും എന്നും പറഞ്ഞ് നമ്മുടെ ഹരി പേടിച്ച് പറയാം. അപ്പം കേട്ടാലെന്താ, അരുതാത്തതൊന്നും അല്ലല്ലോ ഞാൻ പറയുന്നത് എന്ന് അച്ചു. അപ്പം അച്ചു പ്ലീസ് എന്ന് നമ്മുടെ ഹരി. അങ്ങനെ ഹരി അവിടെ ഇരുന്ന് ഇങ്ങനെ മെഹന്തി ഇടുക. ഋതികയും സ്വാതിയും ഇങ്ങനെ ആകെ ചമ്മി വിളറി. തിരിച്ചടികളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഋതികയ്ക്കും സ്വാതിക്കും. അഹങ്കാരം ഒരുപാടായി കഴിഞ്ഞാൽ ഈശ്വരന്മാർ പോലും പൊറുക്കില്ലെന്ന് പറയുന്നത് ആ ഒരു രീതി സത്യമായി വന്നുകൊണ്ടിരിക്കുന്നു കഥയിലാണെങ്കിൽ പോലും. അങ്ങനെ നമ്മുടെ ഹരി ഇങ്ങനെ നല്ല മനോഹരമായിട്ട് അച്ചുവിന് മെഹന്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഈ ഒഴിഞ്ഞുമാറ്റം ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലുള്ളതൊക്കെ ഞാൻ തുറന്നു പറഞ്ഞാലോ എന്നുള്ള പേടിയല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ അപ്പം അതിനിപ്പോൾ ഞാനെന്തിനാ പേടിക്കുന്നത്, എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ഹരി ഇങ്ങനെ പറഞ്ഞപ്പോൾ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വലിയൊരു തെറ്റ് ഹരി എന്നോട് ചെയ്തിട്ടില്ലേ എന്ന് അച്ചു ചോദിച്ചു. അപ്പോൾ എപ്പോൾ എന്ത് തെറ്റ് ചെയ്തു? അപ്പോൾ അത് കേട്ടപ്പോൾ അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളൂ എന്ന് നമ്മുടെ അച്ചു ഇങ്ങനെ പറയുക ഹരിയോട്. ഹരിയുടെ സമാധാനം മൊത്തത്തിൽ പോയി. പാവം ഇങ്ങനെ സ്വസ്ഥത ഇല്ലാതെ ഇരുന്ന് വേണ്ടിയിട്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് അച്ചു നിഖിലിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിലേതെങ്കിലും ഒന്നേ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ കല്യാണം അല്ലെങ്കിൽ സുഖമായിട്ടുള്ളൊരു ജീവിതം എന്ന് അച്ചു ഹരിയോട് പറയാം. രണ്ടും എന്തായാലും ഒരുമിച്ച് നടക്കില്ലെന്നും അച്ചു പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹരി ആകെ ധർമ്മസങ്കടത്തിലിരിക്കുക കേട്ടോ. പാവത്തിനൊന്നും പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല. ചെകുത്താനും കടലിനും നടുവിലെന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഹരി ഇപ്പോൾ ഇരിക്കുന്നത്. അച്ചു ആണെങ്കിൽ ഹരിയെ വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല. ഹരിയോട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഹരിയെ തന്നെ നോക്കിക്കൊണ്ട് നമ്മുടെ അച്ചു ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലേക്ക് നമ്മുടെ സ്വാതിയുടെ കൂട്ടുകാരികൾ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇപ്പോഴാണോ വരുന്നതെന്ന് ചോദിച്ചോണ്ട് സ്വാതി ഓടി ഇറങ്ങി ചെല്ലുക. അപ്പോൾ അതേ ഇവൾ ഇറങ്ങണ്ടേ, എത്ര ഒരുങ്ങിയിട്ടും ഇവൾക്ക് മതിയാവുന്നില്ലെന്ന് പറഞ്ഞ് കൂട്ടുകാരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അത് പിന്നെ പൂർണിമ ടെക്സ്റ്റൈൽസിലെ കല്യാണമല്ലേ, എങ്ങനെയെങ്കിലൊക്കെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഭയങ്കര തള്ളും വീരവാദം പറച്ചിലും ഒക്കെ. ആ സമയത്ത് ഇവർ കയറി വരുമ്പോൾ നമ്മുടെ പല്ലവി അവിടെ കണ്ടു. പല്ലവിയെ കണ്ടപ്പം അല്ല എടാ അത് നമ്മുടെ പല്ലവി മിസ് അല്ലേ എന്ന് ചോദിച്ചു കേട്ടോ കൂട്ടുകാരികൾ സ്വാതിയോട്. അപ്പോൾ പല്ലവി എല്ലാവർക്കും ജ്യൂസൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ മിസ്സിനാണോ കാറ്ററിങ്ങിൻ്റെ ഓർഡർ കൊടുത്തിരിക്കുന്നത് എന്ന് കൂട്ടുകാരികൾ ചോദിച്ചപ്പോൾ അവർക്കോ കാറ്ററിംഗ് ഓർഡറോ, നല്ല കഥയായി എന്നും പറഞ്ഞുകൊണ്ട് സ്വാതി പറയാം. ഒരു അഭയാർത്ഥിയെ പോലെ കഴിയുകയാണ് ഞങ്ങളുടെ വീട്ടിൽ, പണിക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ സ്വാതി. സാധനങ്ങൾ എടുത്തു കൊടുക്കുക, അടിച്ചു തൂത്തിടുക, ഒരു ജോലിക്കാരിയുടെ സ്ഥാനമേ ഉള്ളൂ അവർക്കൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. മിസ്സൊക്കെ അങ്ങ് കോളേജിൽ, ഇവിടെ വെറും പല്ലവി. വിശ്വാസം വരുന്നില്ലല്ലേ, ഞാനത് ബോധ്യപ്പെടുത്തി തരാം എന്നും പറഞ്ഞുകൊണ്ട് സ്വാതി പല്ലവി എന്നും പറഞ്ഞുകൊണ്ട് പല്ലവിയെ എന്നും പറഞ്ഞ് നീട്ടി അങ്ങ് വിളിച്ചപ്പോൾ പല്ലവി നോക്കിയിട്ടോ. ആ സമയത്ത് പല്ലവിക്ക് കാര്യം മനസ്സിലായി. പല്ലവി അന്നേരത്തേക്കും ഇറങ്ങി വരിക. ആ സമയത്ത് പല്ലവി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ പല്ലവി ആദ്യമൊന്നും പകച്ചെങ്കിലും സ്വാതിക്കിട്ട് പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു നമ്മുടെ പല്ലവി ഇറങ്ങി വന്നു കൂട്ടുകാരികളുടെ മുന്നിൽ വന്ന് നിന്നിട്ട് എൻ്റെ ഫ്രണ്ട്സ് വന്ന് നിൽക്കുന്നൊന്നും നിങ്ങൾ കണ്ടില്ലേ, ഇവർക്കും കൊടുക്കുക ജ്യൂസ് എന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ നിങ്ങൾ തനിച്ചാണോ, വേറെ ആരും വന്നില്ലേ എന്നൊക്കെ പല്ലവി ഇങ്ങനെ ഭയങ്കരമായിട്ട് ചോദിക്കാം. എന്നാലും കുടിക്കാൽ എന്തെങ്കിലും എടുക്കാം കേട്ടോ, നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാവുള്ളൂ കേട്ടോ, ഞങ്ങളുടെ അച്ചുമോളുടെ കല്യാണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പല്ലവിച്ചി എന്ന് പറഞ്ഞ അകത്തുനിന്ന് ഒരു വിളി, നിങ്ങൾ കയറി വാ കേട്ടോ, ദേ ഞാൻ അകത്തോട്ട് പോവാ ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പല്ലവി ഭയങ്കര ഷൈൻ ചെയ്തങ്ങ് കയറിപ്പോയി. ഈ സമയത്ത് സ്വാതി നാണം കെട്ടു. നിങ്ങൾ വാ എന്നും പറഞ്ഞുകൊണ്ട് സ്വാതി വിളിച്ചോണ്ട് പോവാ. അപ്പം നിങ്ങളല്ലേ പറഞ്ഞത് പല്ലവി മിസ് കൊടുത്ത ജോലിക്കാരിയാണെന്ന്, മിസ്സിൻ്റെ പെരുമാറ്റം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് കൂട്ടുകാരികൾ. ഞങ്ങൾ വിചാരിച്ചു വീട്ടുകാരിയാണെന്ന്. ആ മട്ടിലാണല്ലോ മിസ്
ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അവരുടെ അഭിനയമല്ലേ, ഞങ്ങൾ അവരെ വലിയ വിലയൊന്നും വെക്കാറില്ല, ബേബി ചേച്ചി പോലെ ഒരാൾ അത്രേ ഉള്ളൂ, നിങ്ങൾ ചെല്ലേ ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞ് സ്വാതി എന്നിട്ട് നാണക്കേട് മറക്കാൻ വേണ്ടി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് വന്നു. സ്വാതി എന്നും പറഞ്ഞു വിളിച്ചു. സ്വാതി ഒരു പിടുത്തം പിടിച്ചിട്ട്, നിനക്കേ 2 ആപ്തവാക്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. 1, അതിഥി ദേവോ ഭവ. അതിഥികൾ ആരായിരുന്നാലും അവരെ ഭംഗിയായിട്ട് സൽക്കരിക്കണം. പിന്നെ 2-മത്തേത് മാതാ പിതാ ഗുരു ദൈവം. ആ ഒരു ഓർഡർ നീ ശ്രദ്ധിച്ചോളണം. മാതാ പിതാ ഗുരു. എന്ന് വെച്ചാൽ മാതാവിനും പിതാവിനും ഒപ്പമാണ് ഗുരുവിൻ്റെ സ്ഥാനം. മനസ്സിലായോ നിനക്ക്? അവരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കാനാണ് നീ നോക്കിയതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കതിലെ ഒരു നാണക്കേടും ഇല്ല. സ്വാതിയുടെ സംസ്കാരം കാണിക്കുന്നു, ഞാൻ എൻ്റെ സംസ്കാരം കാണിക്കുന്നു. ഗുരുവിനെ അപമാനിച്ചാൽ വെടിയുന്നതേ സ്വാതിയുടെ അല്ല, ഈ വീടിൻ്റെ ഈ പൊന്നുമോട്ടത്തിൻ്റെ അന്തസ്സ. അതോർത്താ നിനക്ക് നല്ലത് എന്ന് സ്വാതിയെ പറഞ്ഞ് താക്കീത് കൊടുത്തിട്ട് നമ്മുടെ പല്ലവി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വെളുത്തി ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ നമ്മുടെ ഈ സ്വാതി എന്ന് പറയുന്ന അഹങ്കാരി. അപ്പം അങ്ങനെ ഒരു അടിപൊളി സിറ്റുവേഷനിലാണ് ഇന്നത്തെ കഥ അവസാനിച്ചത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.